SCERT ബേസിക് സയൻസ് പാഠഭാഗത്തു നിന്നുള്ള മറ്റൊരു മോക്ക് ടെസ്റ്റാണ് ഇന്നത്തെ ഓഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 8 അളവുകളും യൂണിറ്റുകളും, ചാപ്റ്റർ 9 ചലനം, ഈ ചാപ്റ്ററുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഓഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ. മീറ്ററിൻ്റെ പ്രതീകം M. 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ. ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നീളത്തെ അതിൻ്റെ ഡാഷ് എന്ന് പറയുന്നു, അതിൻ്റെ ലീസ്റ്റ് കൗണ്ട്. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഈക്വൽ 15 കോടി കിലോമീറ്റർ. പ്രകാശം 1 സെക്കൻഡ് കൊണ്ട് ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരം 3 ലക്ഷം കിലോമീറ്റർ. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം ഒരു പ്രകാശവർഷം. പ്രകാശം 1 സെക്കൻഡ് കൊണ്ട് ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത് 3 ലക്ഷം കിലോമീറ്റർ ആണ്. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് ആണ് അതിൻ്റെ ഡാഷ്. മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം. ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയമാണ് ഒരു ദിവസം അഥവാ ഒരു സോളാർ ദിനം. സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡാണ്. പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ പറ്റാത്തതുമായ കേവല അളവുകളാണ് അടിസ്ഥാന അളവുകൾ. അടിസ്ഥാന അളവുകളുടെ യൂണിറ്റുകളാണ് അടിസ്ഥാന യൂണിറ്റുകൾ അഥവാ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. അടിസ്ഥാന യൂണിറ്റുകളെ ആസ്പദമാക്കിയുള്ള പദ്ധതിയാണ് അന്താരാഷ്ട്ര പദ്ധതി. യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദവി അഥവാ SI യൂണിറ്റ്സ്, ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അടിസ്ഥാന അളവുകളും അവയുടെ യൂണിറ്റുകളും ഏതൊക്കെയാണെന്ന് നോക്കാം. നീളത്തിൻ്റെ SI യൂണിറ്റാണ് മീറ്റർ, പ്രതീകം M. മാസ് കിലോഗ്രാം, പ്രതീകം kg. സമയം സെക്കൻഡ്, പ്രതീകം S. വൈദ്യുത പ്രവാഹ തീവ്രത ആംപിയർ, പ്രതീകം A. താപനില കെൽവിൻ, പ്രതീകം K. പദാർത്ഥത്തിൻ്റെ അളവ് മോൾ, പ്രതീകം മോൾ. പ്രകാശ തീവ്രത SI യൂണിറ്റാണ് കാൻഡ്ല, പ്രതീകം CD. പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റാണ് കാൻഡ്ല, പ്രതീകം CD. അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയ യൂണിറ്റുകളാണ് വ്യുൽപ്പന്ന യൂണിറ്റുകൾ. വ്യുൽപ്പന്ന യൂണിറ്റിന് ഉദാഹരണമാണ് പരപ്പളവ്. വ്യുൽപ്പന്ന യൂണിറ്റിന് ഉദാഹരണമാണ് പരപ്പളവ്. പരപ്പളവിൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. വ്യാപ്തം, ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവിനെ അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നു. വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബാണ്. സാന്ദ്രത, യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിൻ്റെ മാസിനെ സാന്ദ്രത എന്ന് പറയുന്നു. യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിൻ്റെ മാസിനെ സാന്ദ്രത എന്ന് പറയുന്നു. സാന്ദ്രത ഈക്വൽ മാസ് ബൈ വ്യാപ്തമാണ്. സാന്ദ്രതയുടെ യൂണിറ്റാണ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. പരപ്പളവിൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബാണ്. സാന്ദ്രതയുടെ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. പരപ്പളവിൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബാണ്. സാന്ദ്രതയുടെ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് വോൾട്ട് ആണ്. മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കലാണ്. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കൽ, ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ.
ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയെയോ നിശ്ചലാവസ്ഥയെയോ പ്രതിപാദിക്കാൻ നാം ഏതൊരു വസ്തുവിനെയാണോ അടിസ്ഥാനമാക്കി എടുക്കുന്നത് ആ വസ്തു അറിയപ്പെടുന്നത് അവലംബക വസ്തു. സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം. ആദ്യ സ്ഥാനത്തു നിന്നും അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. സ്ഥാനാന്തരത്തിന് ദിശയും പരിമാണവുമുണ്ട്. സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് മീറ്ററാണ്. പരിമാണത്തോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കേണ്ടി വരുന്ന ഭൗതിക അളവുകളാണ് സദിശ അളവുകൾ. ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത ഭൗതിക അളവുകളാണ് അദിശ അളവുകൾ. സ്ഥാനാന്തരം ഒരു സദിശ അളവാണ്. ദൂരം ഒരു അദിശ അളവാണ്. യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരമാണ് വേഗം. യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരമാണ് പ്രവേഗം. ചലനത്തിലുള്ള ഒരു വസ്തു തുല്യമായ ഇടവേളകളിൽ തുല്യദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിൻ്റെ വേഗം സമവേഗം. തുല്യസമയ ഇടവേളകളിൽ തുല്യ ദൂരമല്ല സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിൻ്റെ ദൂരം അസമവേഗം. ഒരു വസ്തുവിൻ്റെ ചലനദിശ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വസ്തുവിൻ്റെ പ്രവേഗവും മാറിക്കൊണ്ടിരിക്കും. വാഹനത്തിൻ്റെ വേഗം അളക്കുന്ന ഉപകരണം സ്പീഡോമീറ്റർ. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം. ത്വരണം ഒരു സദിശ അളവാണ്. ഏറ്റവും വേഗത്തിൽ പായുന്ന ജീവി ചീറ്റപ്പുലി. ത്വരണം നെഗറ്റീവ് ആണെങ്കിൽ അതിനെ മന്ദീകരണം അഥവാ നെഗറ്റീവ് ത്വരണം എന്ന് പറയുന്നു. മന്ദീകരണത്തിൻ്റെ യൂണിറ്റാണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എന്തൊക്കെയാണ് ഈ ചാപ്റ്ററുകളിൽ നിന്ന് പഠിച്ചത്? അടിസ്ഥാന യൂണിറ്റുകൾ പഠിച്ചു. അടിസ്ഥാന യൂണിറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. ഇനി ഓരോന്നിൻ്റെയും യൂണിറ്റുകൾ. പരപ്പളവിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ ആണ് പരപ്പളവിൻ്റെ യൂണിറ്റ്. വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബാണ്. സാന്ദ്രതയുടെ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ഇനി എന്താണ് സദിശ അളവുകൾ, അദിശ അളവുകൾ? സദിശ അളവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിമാണവും ദിശയും പറയുന്നതാണ് സദിശ അളവുകൾ. ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത അളവുകളാണ് അദിശ അളവുകൾ. സദിശ അളവുകൾക്ക് ഉദാഹരണമാണ് സ്ഥാനാന്തരം, പ്രവേഗം, ത്വരണം എന്നിവ. അദിശ അളവുകളാണ് ദൂരം, വേഗം, സമയം, പരപ്പളവ്, വ്യാപ്തം എന്നിവ. എന്താണ് മാസ്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ്. എന്താണ് വ്യാപ്തം? ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവിനെയാണ് അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. സാന്ദ്രത എന്ന് പറഞ്ഞാൽ മാസ് ഡിവൈഡഡ് ബൈ വ്യാപ്തമാണ് സാന്ദ്രത. ഇനി ദൂരവും സ്ഥാനാന്തരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദൂരം ഒരു യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരവും സ്ഥാനാന്തരവും തമ്മിലുള്ള വ്യത്യാസം. സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം. ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. ഇനി എന്താണ് വേഗവും പ്രവേഗവും? യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരമാണ് വേഗം. യൂണിറ്റ് സമയത്തിനുണ്ടായ സ്ഥാനാന്തരമാണ് പ്രവേഗം. അപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ചരിച്ച പാതയുടെ നീളം ദൂരവും, സ്ഥാനാന്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. വേഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരമാണ് വേഗം. യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരമാണ് പ്രവേഗം. ഇനി എന്താണ് ത്വരണം? പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം. ത്വരണം നെഗറ്റീവ് ആണെങ്കിൽ അതിനെ മന്ദീകരണം അഥവാ റിറ്റാർഡേഷൻ എന്ന് പറയുന്നു. പരപ്പളവിൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബാണ്. സാന്ദ്രതയുടെ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ത്വരണത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. മന്ദീകരണത്തിൻ്റെ യൂണിറ്റും മീറ്റർ പെർ
സെക്കൻഡ് സ്ക്വയർ തന്നെയാണ്. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത്. താങ്ക് യു.